അപ്പോൾ നമ്മൾ ചാപ്റ്ററിൽ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എനർജി മാസ് റിലേഷൻ ആണ്. മാസും എനർജിയും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്തത്. സോ ലാസ്റ്റ് ഈസ് ഈക്വൽ ടു MC² എന്ന് പറയുന്നത് നമ്മൾ വളരെ ഫേമസ് ആയിട്ട് ഇക്വേഷൻ ആണ് ഡിറൈവ് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മൊമെന്റം എനർജി റിലേഷൻ. എങ്ങനെയാണ് മൊമെന്റും അതുപോലെ തന്നെ എനർജിയും റിലേറ്റ് ആയിട്ടുള്ളത്. മൊമെന്റം എനർജി റിലേഷൻ, മൊമെന്റും എനർജിയും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ പ്രിറ്റി സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഡയറക്റ്റ് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, സോ അറിയുന്ന സംഭവമാണ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവമാണ് ഒരു വസ്തു മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് പൊസസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ P mv എന്നാണ് കൊടുക്കാറ് അല്ലെ. പി എന്ന് പറഞ്ഞ മൊമെന്റും മാസിന്റെ വെലോസിറ്റി ആണ് മൊമെന്റ് എന്ന് പറഞ്ഞു കൊടുക്കാറ്. സോ ഒരു വസ്തു മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ആണ് എന്ത് മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ചെയ്യുമ്പോൾ മാത്രം. കാരണം മൂവ് ചെയ്തില്ലെങ്കിൽ വെലോസിറ്റി V0 ആവും. സോ P എന്ത് വരും, 0 വരും. ഓക്കെ, സോ ഒരു വസ്തു മൂവ് ചെയ്യുമ്പോൾ അതിനെ പൊസസ് ചെയ്യുന്ന ഒരു ഫെനോമിനൻ ആണ് എന്ത് മൊമെന്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എനർജി നമ്മൾ നേരത്തെ ഡ്രൈവ് ചെയ്ത MC² ആണ്. ഓക്കെ, സോ ഹൗ ക്യാൻ വി കണക്ട് ദീസ് ടു? ഈ രണ്ടിനും കൂടെ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഈ ഡെറിവേഷൻ നോക്കുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാസിന്റെ റിലേറ്റീവ്സ് ഇക്വേഷൻ എടുക്കുക. M is equal to M0 divided by root of 1 minus V² by C². റൂട്ട് മൊത്തത്തിലാട്ടാം. മാസിന്റെ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ റിലേറ്റീവ്സ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടും M² is equal to M0² divided by റൂട്ട് പോലെ സ്ക്വയർ ചെയ്യുമ്പോൾ 1 minus V² by C². ഓക്കെ, ഈ അടിയിലുള്ള ടേമിനെ പുറത്ത് എടുക്കുക. അപ്പം എന്ത് വരും, M² into 1 minus V² by C² is equal to M0². ഓക്കെ, ഡിനോമിനേറ്റർ ഓപ്പോസിറ്റ് എടുത്തു. ഇനി ഈ ബ്രാക്കറ്റിനുള്ള ടേംസിന് എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ C² പുറത്തേക്ക് പോകും. സോ എന്ത് വരും, M² into C² minus V² divided by denominator C² is equal to M0². ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, അത്രയും ചെയ്തിട്ടുള്ളൂ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഈ C² പുറത്തെടുക്കുക, ഡിനോമിനേറ്റർ പുറത്തെടുക്കുക. അപ്പം എന്ത് വരും, M² into C² minus V² is equal to M0² C². C² പുറത്തെടുത്തു. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ദാറ്റ് ഈസ് M² C² minus M² V² is equal to M0² C². ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. M² C² വന്നു, മൈനസ് M² V² വന്നു, പിന്നെ ഇവിടെ M0² C² ഉണ്ട്. ഇനി ഈ ടേമിനെ മൊത്തത്തിൽ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ വിത്ത് C². എല്ലാ ടേംസിനും എന്ത് ചെയ്യുക, ഒരു C² ആയിട്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇതൊരു ഓൾറെഡി C² ഉണ്ട്. ഈ C² മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ C⁴ ആവും അല്ലെ. ദാറ്റ് ഈസ് M² C⁴ മൈനസ് ഇവിടെ എന്ത് വരും, M² V² C². M² V² C² is equal to M0² C⁴. അല്ലെ, അവിടെ C² ഉണ്ടായിരുന്നു, C² C⁴ ആയിരുന്നു. ഇതിനൊന്ന് എന്താ പറയാ, മോഡിഫൈ ചെയ്തെഴുതുമ്പോൾ ഈ M² C⁴ നമുക്ക് എങ്ങനെ എഴുതാം, MC² ഹോൾ² എഴുതാം അല്ലെ. M² C⁴ ആണ് MC² ഹോൾ² എഴുതാം. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ M² C⁴ ഉണ്ടാവും. അപ്പോൾ ഈ ടേമിനെ എങ്ങനെ എഴുതി നമ്മൾ MC² ഹോൾ² എന്ന് എഴുതി. ഓക്കെ, മൈനസ് ഇതിനെങ്ങനെ എഴുതാം, MVC the whole². ഓക്കെ, ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതിയുള്ളൂ. ഈ ടേമിനെ അതേപോലെ തന്നെ M0² C⁴. ഇനി MC² എന്ന് പറഞ്ഞാൽ എന്താ, E ആണ്, എനർജി ആണ്. സോ എന്തെഴുതാം, E² MV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റ് ആണ്. MVയുടെ ഒരു P കൊടുത്തു, പിന്നെ ഓൾറെഡി C ഉണ്ട്. സോ PC² is equal to M0² C⁴. ഓക്കെ, ദാറ്റ് ഈസ് എന്ത് ചെയ്യുക, E² ഇവിടെ നിർത്തുക. ദാറ്റ് ഈസ് E² is equal to P² C² plus M0² C⁴. P² C² പുറത്ത് കിട്ടും, അത്രേ ഉള്ളൂ. therefore E is equal to ഇവിടെ റൂട്ട് അല്ലേ.
റൂട്ട് ഓഫ് പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് m0 സ്ക്വയർ c raised to 4. ഈ ഇക്വേഷനാണ് മൊമെന്റം എനർജി റിലേഷൻ എന്ന് പറയും. ഓക്കെ, ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് m0 സ്ക്വയർ c raised to 4. ഈ ഇക്വേഷനാണ് ഒന്ന് വിളിക്കുക മൊമെന്റം എനർജി റിലേഷൻ, അതായത് മൊമെന്റത്തിനെയും എനർജിനെ എന്ത് ചെയ്യാൻ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. ഇതിൽ ഇ എന്ന് പറഞ്ഞ എനർജി, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റം, സി എന്ന് പറഞ്ഞ വെലോസിറ്റി ഓഫ് ലൈറ്റ്, m0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെന്റ്സ് ദി റെസ്റ്റ് മാസ്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തുള്ള സാധനം m0 പറഞ്ഞ റെസ്റ്റ് മാസ്, അതായത് ഒരു വസ്തു മൂവ് ചെയ്യാതിരിക്കുമ്പോൾ അതിന്റെ മാസാണ് റെസ്റ്റ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ സി അറിയുന്ന സംഭവമാണ്. ഓക്കെ, സോ ഇതാണ് എനർജിയും മൊമെന്റത്തിന് കണക്ട് ഇക്വേഷൻ. സിമ്പിൾ ആണ്, ജസ്റ്റ് സ്ട്രൈറ്റ് ഫോർവേഡ് ഇക്വേഷൻ ജസ്റ്റ് സ്ക്വയർ ചെയ്ത് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ റെസ്റ്റ് മാസ് ഈസ് സീറോ, അതായത് ഒരു വസ്തുവിന്റെ റെസ്റ്റ് മാസ് സീറോ ആണെങ്കിൽ m0 സീറോ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ടേം സീറോ ആയിട്ട് പോകും. സോ ബാക്കി നമുക്ക് എന്ത് മാത്രമേ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ സി സ്ക്വയർ മാത്രമേ ഉള്ളൂ അല്ലെ. റെസ്റ്റ് മാസ് സീറോ ആണെങ്കിൽ ഈ ടേം എന്തായിട്ട് പോകും? സീറോ ആയിട്ട് പോകും. അതായത് ഈ ടേം മാത്രം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് റൂട്ട് കളയാൽ. അപ്പോൾ എന്താ പറയും? ഈസ് ഈക്വൽ ടു പി സി എന്ന് വരും. അതായത് ഒരു വസ്തുവിന്റെ റെസ്റ്റ് മാസ് സീറോ ആണെങ്കിൽ നമുക്ക് എന്തുണ്ടോ? ഈസ് ഈക്വൽ ടു പി സി എന്നുള്ളത്. പക്ഷെ റെസ്റ്റ് മാസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഈക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, സോ റെസ്റ്റ് മാസ് ഉണ്ടെങ്കിൽ ഈക്വേഷൻ യൂസ് ചെയ്യും. റെസ്റ്റ് മാസ് സീറോ ആണെങ്കിൽ ഈസ് ഈക്വൽ ടു പി സി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് എന്ത് ചെയ്യുക? നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇത്തരത്തിലുള്ള മൊമെന്റം എനർജി റിലേഷനിൽ പറയാനായിട്ട് മെയിനായിട്ട്. അതുപോലെ തന്നെ ഇപ്പോ മൊമെന്റം റെസ്റ്റ് മാസ് സീറോ ഉള്ള കേസുകൾ ഇപ്പോ ഫോട്ടോണ്, ലൈറ്റ് ഒക്കെ എടുക്കുക നമ്മള്. ഫോട്ടോണ്, ന്യൂട്രിനോ അങ്ങനെ സംഭവങ്ങൾക്ക് എന്താണ് റെസ്റ്റ് മാസ് സീറോ ആണ്. ഫോട്ടോൺ യൂസ് ചെയ്ത് ജസ്റ്റ് ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ലൈറ്റ് ഒക്കെ റെസ്റ്റ് മാസ് സീറോ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ റെസ്റ്റ് മാസിലുള്ള എനർജി ഇക്വേഷൻ നമുക്ക് ഈസ് ഈക്വൽ ടു പി സി ആണ്. പക്ഷെ അത് മൂവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിനൊരു മാസ് വരും. ആൻഡ് ദാറ്റ് മാസ് ഇപ്പോ ഫോട്ടോന്റെ എനർജി h ആണ് വിചാരിക്കുക. പക്ഷെ ഈസ് ഈക്വൽ ടു mc സ്ക്വയർ ആണല്ലോ, mc സ്ക്വയർ. സോ ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ m ഈസ് ഈക്വൽ ടു h ബൈ c സ്ക്വയർ കിട്ടും. അതായത് ഫോട്ടോൺസിന്റെ, അതായത് ലൈറ്റിന്റെ ഒക്കെ റെസ്റ്റ് മാസ് സീറോ ആണ്. റെസ്റ്റ് മാസ് സീറോ ആകുമ്പോൾ അതിനകത്ത് ഈസ് ഈക്വൽ ടു പി സി നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ അത് മൂവ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിന് m ഈസ് ഈക്വൽ ടു h ബൈ c സ്ക്വയർ എന്ന് പറയുന്ന ഒരു മാസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എനർജിക്ക് ഈ ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരാം. ഓക്കെ, സോ ദിസ് ഈസ് ദ മാസ് ഇക്വലന്റ് ഓഫ് ഫോട്ടോൺ. ഫോട്ടോന്റെ മാസ് ഇക്വലന്റ്, അതായത് നമ്മൾ ബേസിക്കലി ലൈറ്റ് എന്ന് പറഞ്ഞാൽ, ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ലൈറ്റിന്റെ പാർട്ടിക്കിൾ നേച്ചർ എന്ന് വിളിക്കുന്ന പേരാണ് ഫോട്ടോൺ എന്ന് പറയുന്നത്. സോ അതിന്റെ മാസ് ഇക്വലന്റ് ആണ് m ഈസ് ഈക്വൽ h ബൈ c സ്ക്വയർ. പക്ഷെ ഇത് മൂവ് ചെയ്യുമ്പോൾ വരുന്ന മാസമാണ് റെസ്റ്റ് മാസ് എന്തായിരിക്കും? ഫോട്ടോന്റെ മാസ് കുറയ്ക്കും. അതും അത്ര കോംപ്ലിക്കേറ്റ് അറിയുന്നു വേണ്ട. മെയിനായിട്ട് കിട്ടുന്നത് ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ഈസ് ഈക്വൽ റൂട്ട് ഓഫ് പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് m0 സ്ക്വയർ c raised to 4 അറിഞ്ഞാൽ മതി. പിന്നെ റെസ്റ്റ് മാസ് സീറോ ആകുമ്പോൾ ഈസ് ഈക്വൽ ടു പി സി, ഇത്ര അറിഞ്ഞാൽ മതി. ഇത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമല്ല. ഓക്കെ, സോ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ മൈക്കൽസൺ മോഡൽ എക്സ്പെരിമെന്റ് ഡിസ്കസ് ചെയ്തു. അവിടുന്ന് ഈത്തർ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ എന്താ പറയാ, എക്സ്പെരിമെന്റിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും? ഐൻസ്റ്റൈൻ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, പോസ്റ്റലൈസ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്തു. അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് ലെങ്ത് കോൺട്രാക്ഷനും ടൈം ഡയലേഷനും ട്വിൻ പാരഡോക്സും വന്നു. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്തു? അതുവരെ നമ്മൾ ചെയ്തത് പൊസിഷൻസിന്റെ ജസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ മാത്രമാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് നമ്മൾ എഴുതി. ഓക്കെ, വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എഴുതി. പിന്നെ എന്ത് ചെയ്തു? വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ മാസിന്റെ വേരിയേഷൻ, അതായത് ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മാസ് വേരി ചെയ്യുന്നത് നമ്മൾ നോക്കി. പിന്നീട് നമ്മൾ എനർജി മാസ് റിലേഷൻ നോക്കി, മൊമെന്റം എനർജി റിലേഷൻ നോക്കി. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യുന്ന പോർഷൻസ്. ഓക്കെ, സിമ്പിളാണ് ചാപ്റ്റർ. കുറച്ച് ഡെറിവേഷൻസ് ഉണ്ട്, കൂടുതലുണ്ട് എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇതോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ അവസാനിച്ചു കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ശരി.